നമസ്കാരം. ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാളകൂട വിഷം നിറഞ്ഞ ഒരു വിഷജീവിയെ 10 ദിവസത്തിന് ശേഷം കേരള പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത. ഇത് കേരളം ആഘോഷിക്കേണ്ട ഒരു വാർത്തയാണ്. ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം, അതും പെൺകുട്ടികൾക്കെതിരെ വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം നടത്തി റേപ്പ് ചെയ്യുമെന്നും അതുപോലെ അവിടെ നടക്കുന്ന കൊള്ളരാഴികയാണെന്നൊക്കെ വൃത്തികെട്ട രീതിയിൽ, പ്രായത്തെ പോലും മാനിക്കാത്ത രീതിയിൽ ഈ ഒരു വിഷജീവി വന്നിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തി, സ്ത്രീ വിരുദ്ധത നടത്തി. എന്നിട്ട് ഇയാൾക്കെതിരെ കേസെടുത്തിട്ട് ഇതുവരെ അയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ നമ്മുടെ കേരള പോലീസ് മുതിർന്നില്ല. പല ഭാഗത്തു നിന്നും, സാംസ്കാരിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നെല്ലാം സ്ത്രീകളടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഇപ്പോഴും, ഈ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പം ഈ വേട്ടാവളിയൻ, ഈ എഴുന്നേറ്റ് പോലും നിൽക്കാൻ ആരോഗ്യമില്ലാത്ത ഈ ക്ഷുദ്ര ജീവിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത കേൾക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിൽ പോലീസുകാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ബാക്കി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളതിനൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ സത്യത്തിൽ മനസ്സിൽ വല്ലാത്തൊരു ഒരു കുളിർമ തോന്നുന്നുണ്ട്. ഇപ്പം കുറേ ദിവസമായി അതിനുശേഷവും, ഈ കേസ് എടുത്തതിന് ശേഷവും ഇയാൾ വൃത്തികേടും തെണ്ടിത്തരവാണ് ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് വിളമ്പിക്കൊണ്ടിരുന്നത്. കാരണം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്ന രീതിയിലൊക്കെ പച്ചയായിട്ടുള്ള വർഗീയത പറഞ്ഞു. പല ചാനലുകളിലും ഇയാൾ പോയി. കാരണം കേസെടുത്തത് എനിക്ക് എന്തോ പുല്ലാണ്, എന്നെ ഒരു പുല്ല് ഇവർ ചെയ്യാനില്ല എന്നുള്ള ആ ഒരു ലാഘവത്തിലായിരുന്നു ഇയാൾ വന്നിരുന്നുണ്ട് പല ചാനലുകളിലും ഇയാൾ ചർച്ച നടത്തിയത്. എന്നിട്ടും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അനങ്ങിയില്ല എന്നുള്ളത്. ഇതിപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പം ഈ വൃത്തികെട്ട മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത വരും. എന്തായാലും നമുക്ക് അസന്തോഷകരമായിട്ടുള്ള ആ ഒരു വാർത്ത ഒന്ന് കേൾക്കാം. ടി മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഔദ്യോഗികമായി അത് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ടി ജി മോഹൻദാസ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഡിജിറ്റൽ ഉപകരണങ്ങളിലടക്കം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലടക്കം പരിശോധനയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത് പോലീസ് അറിയിക്കുന്നു. ഇനി ഉടനടി അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള പുതിയ വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. അർജുൻ, പറയാം. നിർണായകമായ നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും 11 ദിവസങ്ങൾക്ക് ശേഷം മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തി ടി ജി മോഹൻദാസിനെ അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ മട്ടാഞ്ചേരിയിലേക്ക് എത്തുകയും ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങളടക്കം കസ്റ്റഡിയിലെടുക്കും. സ്വാഭാവികമായും ഇവിടുത്തെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം, ഒരുപക്ഷെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ടി ജി മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക. അവിടെ എത്തിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കും പോലീസ് കടക്കുക. ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന നടപടിയിലേക്ക് പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷമായിരിക്കും കടക്കുക എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കും, മറ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിലവിൽ കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ടി ജി മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിച്ച അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തണം എന്നൊരാവശ്യം കൂടി ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടും കൂടുതൽ വകുപ്പുകൾ ചേർത്തില്ലെങ്കിൽ അത് സ്വാഭാവികമായും കോടതിയിൽ പോലീസിന് തിരിച്ചടി ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്, നിയമോപദേശം തേടിയിരിക്കുകയാണ് എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിർണായകമായ നീക്കം അത് 2 ആഴ്ചയ്ക്ക് ശേഷം, കേസെടുത്ത ശേഷം 11 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് എടുത്തിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്ത, ഇത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ സംഘപരിവാർ സഹയാത്രികൻ കൂടിയായ ടി ജി മോഹൻദാസിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ന് തന്നെ ടി ജി മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. മറ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. നേരത്തെ ഈ പരാമർശങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ RSS അടക്കം ടി ജി മോഹൻദാസിനെ തള്ളി പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും മറ്റ് നടപടിയിലേക്ക് കടക്കാത്തത് വലിയ വിമർശനം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് പെട്ടെന്നൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ കൂടി ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പോലീസാണ് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ആഭ്യന്തരമന്ത്രിയായ തനിക്ക് ആ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് രമേശ് ചെന്നിത്തല അടക്കം എടുക്കുകയും ചെയ്തത്. പക്ഷേ സ്വാഭാവികമായും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നു എന്ന് കണ്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക്, അടിയന്തര നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷണ സംഘം പുറപ്പെട്ട
അവർ വൈകിട്ടോടുകൂടി കൊച്ചിയിലേക്ക് എത്തുന്നു. അതിനുശേഷം മട്ടാഞ്ചേരിയിലെ TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തുന്നു. TG മോഹൻദാസ് വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്താനും അത് അപ്ലോഡ് ചെയ്യാനും ഉപയോഗിച്ച ഉപകരണങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നു. അത് കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിയിലേക്കും പോലീസ് കടക്കുകയും ചെയ്യും. ഏതാണ്ട് 2 മണിക്കൂറോളമായി മട്ടാഞ്ചേരിയിലെ TG മോഹൻദാസിന്റെ വീട്ടിൽ അന്വേഷണ സംഘം തുടരുകയാണ്. അവരുടെ സഹായത്തിന് വേണ്ടി മട്ടാഞ്ചേരി പോലീസും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു നിർണായകമായ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. സംഘപരിവാർ സഹയാത്രികനായ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പരിശോധനകൾ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ തുടരുന്നുണ്ട്. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനായിരിക്കും പോലീസ് ശ്രമിക്കുക. ഓക്കെ, അർജുൻ മട്ടന്നൂരും നിതിൻ സേവിയറും. ഇതിനകത്ത് ഇപ്പോൾ കൂടുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അല്ലേ? പ്രായത്തെ മാനിച്ചും അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പക്ഷേ ചിലപ്പം ജാമ്യം കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള വകുപ്പുകൾ മാത്രമായിരിക്കും ഈ ചുമത്താൻ പോകുന്നത്. കാരണം ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു അധിക്ഷേപം, അതും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കെതിരെ, അതും പെൺകുട്ടികൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തി കേസെടുത്ത് 11ാമത്തെ ദിവസം പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഓരോ വീഡിയോകൾ പരിശോധിച്ചാലും അതിനകത്ത് ഒരു സമുദായത്തെ ഇത്രയധികം തേജോവധം ചെയ്ത് ഇത്രയധികം മോശമാക്കി, ഇത്രയധികം സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് എത്രയോ വീഡിയോകളുണ്ട് ഇയാളുടെ. ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ട് ഇത്രയും കാലം ഇയാളെ വെച്ചുകൊണ്ടിരുന്നു. ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാതെ ഇപ്പം RSS ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഇയാളെ തള്ളി പറഞ്ഞു. കാരണം ഞങ്ങളുടെ അഭിപ്രായമല്ല ഇയാൾ പറഞ്ഞെന്നുള്ളത്. ഇപ്പം മോഹൻ ഭഗവത് പോലും ഈ സമരം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന നമ്മൾ കണ്ടു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സഹി എട്ടിട്ടാണെങ്കിൽ രാത്രി 12 മണിക്ക് വന്ന് വിദ്യാർത്ഥികളെ അഭിസംബോധന. കാരണം അവർ ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവർ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ പ്രവർത്തകർ സമരം നടത്തുന്നുണ്ടല്ലോ, PSC ആയി ബന്ധപ്പെട്ട്. അതൊക്കെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. സമരം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം ഇയാൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. കുറേ കാലമായിട്ട് ഇയാൾ ഇതിനകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ വിഷം തുപ്പിക്കൊണ്ടിരിക്കുക. ഈ സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള ആളുകളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ നിന്നും ചോര കുടിക്കുന്ന ഒരു ചെകുത്താനാണ് ഇയാൾ. അല്ലാതെ ഇയാളെക്കുറിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഒരാൾ പോലും ഇയാളെക്കുറിച്ചിട്ട് നല്ലത് പറയത്തില്ല. സംഘപരിവാർ പോലും തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും കാളകൂട വിഷമാണ് ഇയാളുടെ മനസ്സിലും ഇയാളുടെ മസ്തിഷ്കത്തിലും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇയാൾക്ക് സാധിച്ചത്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന, കാണാൻ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. ഇതുപോലുള്ള ആളുകളെ ഒന്നും പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ വല്ല ഊളംപാറയിലൊക്കെ കൊണ്ട് ഇയാളൊക്കെ അടയ്ക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തായാലും കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. കുറച്ച് വൈകിയാണെങ്കിലും നല്ലൊരു തീരുമാനത്തിലെത്താൻ അവർക്ക് സാധിച്ചല്ലോ എന്നുള്ളത്. കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇയാൾക്കെതിരെ കൊടുക്കുന്ന FIR ഏത് രീതിയിലുള്ളതാണ് എന്ന് നോക്കിയിട്ടായിരിക്കും കോടതി ഇതിനുള്ളൊരു ശിക്ഷ വിധിക്കാൻ പോകുന്നത്. എന്തായാലും സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.